യാങ്സ്റ്റർ ബൈ സാറ ഹവി. സാറ ഹവി ഈസ് എ ബ്രിട്ടീഷ് പോയിറ്റ്. ഒരു ബ്രിട്ടീഷ് പോയിറ്റ് ആണ്. ലൂപ്പ് ഓഫ് ജെയ്ഡ് എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അവളുടെ പോയിട്രീസിലൊക്കെ കൂടുതലായിട്ടും ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഹർ മിക്സഡ് ബ്രിട്ടീഷ് ചൈനീസ് ഹെറിറ്റേജ് ആണ്. അതേപോലെ തന്നെ സാറ ഹവയുടെ വർക്സിലൊക്കെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി, മെമ്മറി, മൈഗ്രേഷൻ ആൻഡ് കൾച്ചറൽ ബിലോങ്ങിംഗ് ആണ്. സാറയുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ആൻഡ് റിലിക്കൽ ആണ്. അതിൽ കമ്പൈനിങ് വിത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഐഡിയാസ് ഒക്കെ ചേർത്തിട്ടാണ്. ഫേമസ് ആയിട്ടുള്ള ടി.എസ്. ഇലിയറ്റ്സ് പ്രൈസ് ഫോർ ഹർ ഡിബിറ്റ് കളക്ഷൻ. അതായത് അവളുടെ ഡിബിറ്റ് കളക്ഷനിൽ ടി.എസ്. ഇലിയറ്റ്സിന്റെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോയിറ്റ് ആയിട്ടുള്ള സാറ ഹവേ മോഡേൺ ഇംഗ്ലീഷ് പോയിട്രിയിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വോയിസ് മേക്ക് ചെയ്തിട്ടുണ്ട്. എബൌട്ട് ദ പോം. ഈ പോം ലൂപ്പ് ഓഫ് ജെയ്ഡ് എന്ന് പറയുന്ന അവളുടെ പോയിട്രി കളക്ഷൻ 2015 ഉള്ള ആ ഒരു പോയിട്രി കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോമാണ്. ഈ പോയത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് ഐഡന്റിറ്റി, മെമ്മറി ആൻഡ് കൾച്ചറൽ ഡിസ്റ്റൻസ് ആണ്. യാങ്സ്റ്റി നദിയുടെ പേരിലാണ് ഈ പോം അറിയപ്പെടുന്നത്. ഈ ഒരു റിവറിനെ അല്ലെങ്കിൽ യാങ്സ്റ്റി എന്ന നമ്മളുടെ ഈ പോയത്തിന്റെ ടൈറ്റിലിനെ സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബൽ ഓഫ് പോയിറ്റ് ചൈനീസ് ഹെറിറ്റേജിനെയാണ്. എന്നിരുന്നാലും നമ്മുടെ സ്പീക്കർ ഈ ഒരു റിവറിനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പകരത്തിന് അവൾക്ക് അറിയുന്നത് മാപ്സിലൂടെയും ബുക്സിലൂടെയും ഇമാജിനേഷൻ ചെയ്തൊക്കെയാണ്. ഇതൊരു സെൻസ് ഓഫ് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ റിയൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻഹെറിറ്റേജ് നോളജ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ കമന്ററി ഓൺ ദ കണ്ടംപററി പൊളിറ്റിക്സ് ഇൻ ചൈന. ചൈനയിലെ പൊളിറ്റിക്സിനെയാണ്, കണ്ടംപററി പൊളിറ്റിക്സിനെയാണ് അർത്ഥാക്കുന്നത്. ഈ പോയത്തിൽ കൂടുതലായിട്ടും പറയുന്നത്, ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എൻവയോൺമെന്റൽ ഡാമേജിനെ കുറിച്ചാണ്. ഈ പോയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റിക്കോൾസ് ഹൈക്കു ആൻഡ് ടോൺ എന്ന് പറയുന്നത് LG ആണ്. ഇത്രയാണ് പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഓതർ ആൻഡ് പോം. ഇതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. പോയം 9 സ്റ്റാൻസ ഉള്ള ഒരു പോമാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, രാത്രി ആകാശത്ത് വളരെ ഭംഗിയോട് കൂടിയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ആ ഒരു പ്രകാശത്തിൻ്റെ വെളിച്ചം അവിടെയുള്ള ബ്രൗൺ കളർ വാട്ടർ അല്ലെങ്കിൽ റിവറിൽ നല്ല ഭംഗിയോടുകൂടി പ്രകാശിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പീസ്ഫുൾ ഇമേജിനെയാണ്. ഇൻ ലൈൻസ് ഫോളോ അല്ലെങ്കിൽ ലെയേഴ്സ് ഫോളോ ഒരു ഫ്രോഗ് അപ്പിയേഴ്സ് ഇൻ എയർ. അതുപോലെ തന്നെ മൗണ്ടെയ്ൻസിൻ്റെ ചുറ്റും മിസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒരു ബ്ലാങ്കറ്റ് പോലെ. മൗണ്ടെയ്ൻസ് ഫില്ല് ചെയ്യുന്നത് വിത്ത് മെനി ഫയേഴ്സ് ട്രീസ്, ഇറ്റ് ക്രിയേറ്റിംഗ് എ ടെൻസ് ഓഫ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. ഈ ഒരു സ്റ്റാൻസിലൂടെ പോയിട്ട് നമ്മളോട് പറയുന്നത് ഈ ഒരു റിവറിനെ കുറിച്ചാണ്. നെക്സ്റ്റ്, വെർട്ടിക്കൽ മൗണ്ടെയ്ൻസിലൂടെ വിശാലമായ വാസ്റ്റ് വാട്ടറിനിടയിൽ താഴ്ന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റെക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു റിമോട്ട് വഴികളിലൂടെ അല്ലെങ്കിൽ വിരുദ്ധ പാതകളിലൂടെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള വളഞ്ഞു പിളിഞ്ഞു കിടക്കുന്ന പൈൻ മരങ്ങളിലൂടെ, ഈ ലൈൻസിലൂടെയും നമ്മുടെ റിവറിനെ കുറിച്ചാണ് പോയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഈ ലൈൻസിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ റിവറിൻ്റെ കുറച്ചടുത്തായി അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ 2 സൈഡ്സ്, 2 സൈഡും കണക്ട് ആയിട്ടില്ല. ഈ ലൈൻസിലൂടെ നമ്മുടെ പോയിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇമേജ് ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ബോൾ സ്ലോയിലി പതുക്കെ മൂവ് ചെയ്യുന്നത് ചൊങ്കിങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഈ ഒരു ജേണി സീം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ്. കാരണം ഈ ഒരു ബോട്ട് വളരെ റഫ് ആൻഡ് ഓർഡിനറി ആണ്. ഈ ഒരു ജേണി ഈസ് ഹാർഡ് എന്ന് പറയുന്ന ഒരു ലൈനോട് അർത്ഥമാക്കുന്നത് ട്രാവൽ ഈസ് നോട്ട് ഓൾവേസ് ഈസി. ട്രാവൽ എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ക്യാൻ ബി ചലഞ്ചിങ് ആൻഡ് മീനിങ് ഫുൾ എന്നാണ് ഈ ഒരു ജേണി ഈസ് ഹാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പെട്ടെന്നൊരു മൊമെന്റിൽ സ്പീക്കർ കാണുകയാണ് അല്ലെങ്കിൽ ഫീൽ ചെയ്യാണ് ഈവനിങ് വിൻഡിനെ ആൻഡ് ലിസൺ കെയർഫുള്ളി. ആ ഒരു ഈവനിങ് വിൻഡിനെ ലിസൺ ചെയ്യുന്നുണ്ട്. ഒരു പ്ലേസ് ഫീൽസ് ലൈക്ക് എ ഡ്രീം, ഒരു ഡ്രീം പോലെയാണ്, പക്ഷെ ഇത് നോട്ട് ഫുള്ളി റിയൽ, ഷോയിങ് ഇമാജിനേഷൻ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മുടെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു നൈറ്റ് സീനിനെയാണ്, ബ്യൂട്ടിഫുൾ നൈറ്റ് സീൻ. ഒരു ബേർഡ് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പുഴകളിലൊക്കെ ബേർഡ്സ് ഇങ്ങനെ മുങ്ങി ഇങ്ങനെ കുളിച്ച് കയറുന്ന പോലെയൊക്കെ ഓരോ സീൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ആ ബേർഡ് ഒരു ജെന്റിൽ റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രെംബ്ലിംഗ് ലൈറ്റ് ആൻഡ് ഷൈനിങ് സ്റ്റാർസ്, ആ ഒരു സ്റ്റാർസിൻ്റെ ഷൈനിങ് ഒക്കെ ഈ ഒരു ഇതിലൂടെയൊക്കെ അർത്ഥമാക്കുന്നത് ഈ ഒരു മാജിക്കൽ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു നൈറ്റിനെയാണ്. ആ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് നൈറ്റ്, ആ നൈറ്റിലെ ആ ഒരു നേച്ചറിലെ ബ്യൂട്ടിനെയാണ് ഇവിടെ ഈ വരികളിലൂടെ നമ്മുടെ പോയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദീസ് ലൈൻസ് ഷോ ദാറ്റ് ഒരു ഫിഷർമാൻ ട്രാവലിംഗ് നിയർ ദ സ്റ്റോർ ഇൻ ഹിസ് ബോട്ട്, അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ അടുത്തുള്ള ഒരു സ്റ്റോറിലോട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുകയാണ്. വെൻ ഹി ത്രോസ് ഹിസ് നെറ്റ്, അദ്ദേഹത്തിൻ്റെ നെറ്റ് അദ്ദേഹം അവിടെ മീൻ പിടിക്കാനെന്നെ ആയിരിക്കാം ഇട്ടു. വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ അവിടെ അദ്ദേഹത്തിന് കിട്ടിയത് ഫിഷിന് പകരം സബ്മർജ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിനെയാണ്. ഇത് റിവീൽ ചെയ്യുന്നത് ബിനീത്ത് ദ വാട്ടർ ലൈസ് എ ഹിഡൻ സൺകിൻ വാലി. ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് റിവർ ക്യാരീസ് എ മെമ്മറീസ് ഓഫ് എ പാസ്റ്റ് ഷോയിങ് നേച്ചർ ആസ് ഡീപ്, മിസ്റ്റീരിയസ് ആൻഡ് ഫുൾ ഓഫ് ഹിസ്റ്ററി. പറയുന്ന ഇലകൾ കൊണ്ട് തടികൾ ആകാശത്തേക്ക് വെള്ളമുണ്ട്. ഇത് ലൈക്ക് ഒരു ഗോസ്റ്റ് ഫോറസ്റ്റ് പോലെയാണ്. അതായത് അധികം പോകുന്ന ഈ വഴികളിലൊക്കെ അദ്ദേഹത്തിന് ആ ഒരു ഫോറസ്റ്റ് കണ്ടിട്ട് ഒരു ഗോസ്റ്റ് ഫോറസ്റ്റ് പോലെയാണ്, ഒരു പ്രേതവനം എന്ന പോലെയൊക്കെയാണ് അദ്ദേഹത്തിന് ഫീൽ ആവുന്നത്. അതുപോലെ തന്നെ കുന്നിൻ മുകളിൽ ആഴത്തിൽ വീടുകൾ പടരുന്നു. അവിടെ കുഴിച്ചിട്ട പാറ ഇപ്പോഴും ഉണങ്ങിയിരിക്കുന്നു.
ഈ ലൈൻസിലൊക്കെ സ്പീക്കർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈസ് എ ഇമേജ് ഓഫ് ലോസ്, ഒരു ലോസ്, അതുപോലെ ട്രാൻസ്ഫോർമേഷൻ, തൻ്റെ ഹിഡൻ മെമ്മറീസ്, ഫിൽഡ് വിത്ത് ഹിഡൻ മെമ്മറീസ് ഒക്കെയാണ് ഈ ലൈൻസിലൂടെ നമ്മുടെ സ്പീക്കർ നമ്മളോട് കാണിച്ചു തരുന്നത്. ഈ ലൈൻസിലൂടെ നമ്മുടെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വീടുകളിലും ടൗൺസും ഒക്കെ ഇപ്പോൾ നിലവിൽ എമിറ്റാണ്, ഒന്നുമില്ല. അവിടുത്തെ പീപ്പിളൊക്കെ അവിടെ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്, പോയിട്ടുണ്ട്. വിൻഡോസും ഡോർസും ഒക്കെ വാട്ടറിലൂടെ ഇങ്ങനെ നീങ്ങുന്നു. അങ്ങനെ ഈ പ്ലേസസിലുള്ള 100 അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് സ്ലോയിലി ഫില്ലിംഗ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ എമിറ്റ്നെസ് ആൻഡ് നേച്ചർ. അതുപോലെ തന്നെ നമ്മുടെ പോയറ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സാഡ്നസ് ആൻഡ് വണ്ടർ അബൌട്ട് വാട്ട് റിമെയിൻസ് വെൻ ഹ്യൂമൻ ലൈഫ് ഡിസപ്പിയേഴ്സ്. ലാസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദ പോം. ഈ ലൈൻസിൽ അല്ലെങ്കിൽ ഈ സ്റ്റാൻസിൽ നമ്മുടെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രാവലിംഗ് ഈസ് ഡിഫിക്കൽട്ട്. ട്രാവലിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ റിമെമ്പർ ചെയ്യുകയാണ്, സമ്മൺ സേയിങ് ദാറ്റ് ജേർണി ആർ ഹാർഡ്. ആരൊക്കെയോ എന്നോട് ഈ ജേർണി വളരെ ഹാർഡാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആ വെള്ളത്തിലൂടെ ആ മൂണിനെ നോക്കുമ്പോൾ ആ മൂൺ വളരെ ഷൈനിങ് ആണ്. ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാം ആൻഡ് ബ്യൂട്ടിഫുൾ സീനിനെയാണ്. ഈ പോയത്തിൻ്റെ ഒരു സമ്മപ്പ് എന്ന് പറയുന്നത് ഈ പോം അബൌട്ട് ജേർണി അലോങ് ദ യാങ്സ്റ്റർ റിവർ. യാങ്സ്റ്റർ റിവറിലെ ഒരു ജേർണിനെ കുറിച്ചാണ് ഈ പോം പറയുന്നത്. ഈ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ നാച്ചുറൽ സീൻസിനെയും പ്ലേസസിനെയും സബ്മർജഡ് ഹിസ്റ്റോറീസിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിവർ സിംബലൈസ് ചെയ്യുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ട്രാൻസ്ഫോർമേഷനെയാണ്, ഹൗ ദ പാസ്റ്റ് സ്റ്റിൽ എക്സ്റ്റിങ് ബിനീത്ത് ദ പ്രസന്റ്. അതുപോലെ തന്നെ ഈ പോയത്തിലെ ജേർണിനെ പറയുന്നത് ബോത്ത് ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ. ആ ജേർണി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, പക്ഷേ മീനിങ് ഫുൾ ആയിരുന്നു, ഫിൽഡ് വിത്ത് ബ്യൂട്ടി, മെമ്മറി ആൻഡ് ഡിസ്കവറി. നമുക്ക് ഈ പോയത്തിൻ്റെ തീംസിലോട്ട് കിടക്കാം. ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, കൾച്ചറൽ ഡിസ്റ്റൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, നേച്ചർ ഹാസ് സിമ്പിൾ, ലിമിറ്റ് ഓഫ് നോളജ്. ഈ പോയത്തിൽ എക്കോക്രിറ്റിക്കൽ റീഡിങ് പോസിബിൾ ആണ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.